ഹലോ ഹലോ എല്ലാവർക്കും എഴുതാപ്പുറത്തിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ലാസ്റ്റ് എപ്പിസോഡ് ഓൺ കണ്ടംപററി പോപ്പുലർ ഫിക്ഷൻ. നമ്മൾ എനിക്ക് തോന്നുന്നു കുറച്ചധികം രണ്ട് എപ്പിസോഡ് കഴിഞ്ഞു. മൂന്നാമത്തെ എപ്പിസോഡാണ്. അതിൽ ബാക്കിയുള്ള പുസ്തകങ്ങളിൽ നിന്ന് തുടങ്ങാം. ക്രിക്കും തുടങ്ങുന്നു. ആ തുടങ്ങാം. അതെ, നമ്മൾ കഴിഞ്ഞ വട്ടം മെൻഷൻ ചെയ്യാൻ വിചാരിച്ചിട്ട് സമയപരിമിതി മൂലം ചെയ്യാൻ പറ്റാതിരുന്നൊരു ഓത്തറാണ് ഡോക്ടർ രജത് ആർ. മെഡിക്കൽ ത്രില്ലേഴ്സ് നന്നായിട്ട് നല്ല കൊള്ളാവുന്ന ഭാഷയിൽ എനിക്ക് വളരെ ആ പോപ്പുലർ ഫിക്ഷൻ ശൈലിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരിലൊരാളാണ്. കാരണം വലിയ പൊടിപ്പും തൊങ്ങലും ഇല്ല, നല്ല ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയും. മെഡിക്കൽ ടേംസ് ആണെങ്കിൽ പോലും എക്സ്പ്ലനേഷനോടെ അത്യാവശ്യം ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എഴുതി ഫലിപ്പിച്ചിരിക്കുന്നതാണ്. ഒരു 2 പുസ്തകമാണ് ആകെ വായിച്ചിട്ടുള്ളത്. അത് ഒരെണ്ണം ഒന്നാം ഫോറൻസിക് അധ്യായം എന്നുള്ള ബുക്കാണ്. അത് ശരിക്കും അതൊരു ഒരാളുടെ ഒരു മാൻ മിസ്സിങ്ങിനെ ബേസ് ചെയ്തിട്ട് തുടങ്ങുന്ന പുസ്തകമാണെന്ന് തോന്നുന്നു. അത് മാൻ മിസ്സിങ് അല്ല, ആൾ മരിച്ചു എന്ന് തന്നെ, ആളുടെ കൊലപാതകത്തിന് അന്വേഷണം തന്നെയാണത്. അപ്പോൾ അതൊരു പുസ്തകമായിട്ട് സാമ്യം ഉണ്ടായിരുന്നു അതിൻ്റെ തീമിന്. നമ്മുടെ ഛായാമരണം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട് പ്രവീൺ ചന്ദ്രൻ്റെ. അതിനൊരു ചെറിയൊരു സാമ്യം തോന്നിയിരുന്നു. പക്ഷേ എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ്. കാരണം അതിനെ പറ്റിയിട്ട് ഒരുപാട് റിവ്യൂസൊക്കെ, കാരണം ആ സമയത്ത് ഈ ലോക്ക്ഡൗണിൻ്റെ ടൈമിൽ കൂടുതൽ നമ്മൾ റീഡർ സ്ക്വയറൊക്കെ നല്ല ആക്റ്റീവായിരുന്നു പുതിയ ബുക്കുകളെ പറ്റിയിട്ട്. ഇതിനെപ്പറ്റി ഒരുപാട് നല്ല റിവ്യൂസ് കണ്ടതുകൊണ്ട് എടുത്ത് വായിച്ചതാണ് അത്. ഇദ്ദേഹം ഒരു ഡോക്ടറാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. പുള്ളിയുടെ മെഡിക്കൽ നോളജ് വളരെ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ഓവർബോർഡ് പോയിട്ടില്ല. അതായത് വെറുതെ ആവശ്യമില്ലാതെ ടെക്നിക്കൽ ടേംസ് കുത്തി തിരികിയിട്ടില്ല. ആവശ്യമുള്ള സ്ഥലത്ത് മാത്രമാണ് അത് ചെയ്തിട്ടുള്ളത്. നല്ലൊരു പുസ്തകമായിരുന്നു. പിന്നെ പിന്നെ വായിച്ചത് ബോഡി ലാബാണ്. എനിക്ക് ഈ ഒന്നാം ഫോറൻസിക് അധ്യായത്തിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം ബോഡി ലാബായിരുന്നു. പ്രത്യേകിച്ച് അതിൻ്റെ അകത്തുള്ള മെയിൻ ക്യാരക്ടർ ഒരു ഒരു പേര് അഹല്യ എന്നാണ് പെൺകുട്ടിയുടെ പേര്. അപ്പോൾ പുള്ളിക്കാരിക്ക് ഒരു ചെറിയ ഒരു കണ്ടീഷൻ ഉണ്ട്. പുള്ളിക്കാരുടെ ബ്രിട്ടിൽ ബോൺസ് എന്തൊരു സംഭവമുണ്ട്. ഇടയ്ക്ക് ഒടിയും, പെട്ടെന്ന് ഇത് മറ്റേ ബോൺസ് ഒടിയും. അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജാണോ എനിക്കറിയില്ല, അവിടെ കണ്ട് പോസ്റ്റിംഗ് ആവുന്നത്. പുള്ളിക്കാരി ഒരു മെഡിക്കൽ ആക്ച്വലി ഡോക്ടറാണെന്ന് തോന്നുന്നു. എനിക്ക് തമിഴ്നാട്ടിൽ എവിടെയോ ആണോ? അങ്ങനെ എന്തോ ആണോ? ഓർമ്മയില്ല. അങ്ങനെ ഒരു മീൻസ് മെഡിക്കൽ കോളേജ് ഇതാണത്, അതെ, പഠിപ്പിക്കുന്നുണ്ട്. പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ കുറച്ച് മിസ്റ്ററീസ് അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ചില മറ്റേ ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്, കുറേ റെഡ് ഹെറിങ്സ് ഇതിനകത്തുണ്ട്. പക്ഷേ ശരിക്കും നമ്മൾ ആ ഒരു ഒരു എനിക്ക് തോന്നുന്നൊരു ഒരു ഒരു പഴയൊരു കോപ്സിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു അന്വേഷണമാണ്, ഈ പുള്ളിക്കാരി നടത്തുന്ന ഒരു അന്വേഷണമാണ് ഇതിൽ മൊത്തം ഈ കഥയിൽ വരുന്നത്. അപ്പോൾ ആ ക്യാരക്ടറിൻ്റെ ആ മറ്റേ വീക്ക്നെസ്സിനെ അവസാനം സ്ട്രെങ്ത് ആക്കി മാറ്റുന്ന ഒരു സീൻ അതിനകത്തുണ്ട്. അതിൻ്റെ ഒരു പ്രീകഴ്സർ അവിടെ കാണിക്കുന്നുണ്ട്. അതായത് ഒരു എന്താ പറയുക, ഒരു ഫോർ ഷാഡോയിങ് ഒക്കെ ആ മുറിയിലൊരു പോസ്റ്റർ ഉണ്ട്, പുള്ളിക്കാരുടെ മുറിയിലൊരു പോസ്റ്റർ ബേസ് ചെയ്തിട്ടൊരു ഫോർ ഷാഡോയിങ് ഒക്കെ ഉണ്ട്. വായിച്ച് തന്നെ അറിയണം. ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് പറഞ്ഞാലും സ്പോയിലറായി പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് പുള്ളിക്കാരി നേരിടേണ്ടി വരുന്ന ചില സന്ദീപ് എന്തോ പറഞ്ഞു, പക്ഷെ മ്യൂട്ടായിരുന്നു. ഞാൻ സാധനം കയ്യിലിരിപ്പുണ്ട്, ഞാൻ വായിച്ചിട്ടില്ല. നല്ലതെന്ന് നന്നായിട്ട് നല്ലൊരു സാധനമാണ്, ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ടൊന്നും വായിച്ചിട്ടില്ല. മറ്റേ അത് കഴിഞ്ഞ് സസ്പെൻസ് ജീൻ വന്നു. പിന്നെ ഇപ്പോൾ ഒരു നോവൽ വന്നു. പുള്ളിയൊന്നും മാറ്റി വേറൊരു ജോണറിൽ മാറ്റി പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. റൊമാൻറ്റിക് ഫിക്ഷനോ എനിക്കറിയില്ല എന്താന്ന്. എന്തോ ഒരു വിഷു എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു, അതെനിക്കറിയില്ല. പിന്നെ ഒരു ഫ്രൈഡേ ഫോറൻസിക് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു നോവലയുടെ കളക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു, അതും വായിച്ചിട്ടില്ല. ലേഖ വായിച്ചതാണല്ലേ ഈ പറഞ്ഞ പുസ്തകങ്ങളെല്ലാം? ഇല്ല, ഞാൻ വായിച്ച എക്സെപ്റ്റ് ഫോർ വിഷു വായിച്ചിട്ടില്ല. അതിപ്പോ ഇറങ്ങിയിട്ടേ ഉള്ളൂ. റൊമാൻറ്റിക് ഫിക്ഷൻ അല്ലേ? അതുകൊണ്ട് ഞാൻ ചിലപ്പോ വായിക്കാൻ ചാൻസ് കുറവാണ്. എന്താണ് റൊമാൻറ്റിക് ഫിക്ഷൻ ഒരു കുഴപ്പം? ഡോണ്ട് ദേ ലൈക്ക്? കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഞാനിപ്പോ ഒരു ക്രൈം വേവ് റൊമാൻസ് നിങ്ങളെ പിടിച്ച് ഒരു വല്ലാത്തൊരു കൊലപാതക പ്രവണതയോടെ നിൽക്കുകയാണ് ലേഖ ഇപ്പോൾ. ഞാനൊരു സൈക്കോ ആണ്. ഐ മീൻ റൊമാൻറ്റിക് ഫിക്ഷൻ ഞാൻ പൊതുവേ അങ്ങനെ വായിക്കാറില്ല, അത് കുറവാണ്. സത്യം പറഞ്ഞ ഞാനായിട്ട് എടുത്ത് വായിക്കുന്ന ബുക്സ് കുറവാണ്. ഇങ്ങനെ നല്ലതാണെന്ന് പറഞ്ഞാൽ വായിക്കുന്നേ ഉള്ളൂ. എനിക്കാണ് ആ ഫേസ് ഒക്കെ എന്റെ
ഓവറായിന്ന് തോന്നുന്നു, എനിക്കറിഞ്ഞൂടാ. രജിത്താർ, കമ്മിങ് ബാക്ക് ടു രജിത്താർ. പുള്ളിയുടെ ഫസ്റ്റ് വായിച്ച ബുക്ക് എനിക്ക് തോന്നുന്നു ഒന്നാം ഫോറൻസിക് അധ്യായം. ആ ഓർഡറിൽ തന്നെയാണ് ഞാനും വായിച്ചേക്കുന്നത്. സസ്പെൻസ് ജീൻ ഇസ് ഓൾസോ ഗുഡ് ബുക്ക്. അതും എഗെയിൻ മെഡിക്കൽ ഇതിൽ ബേസ് ചെയ്തിട്ട് ഒരു തിളങ്ങുന്ന ഡെഡ് ബോഡിയോ അങ്ങനെ എന്തോ വരുന്നൊരു ഇതൊക്കെ. പക്ഷെ അത് നമുക്ക് വായിക്കുമ്പോൾ അത് അങ്ങനെ എന്നൊക്കെ തോന്നുമെങ്കിലും എൻഡ് ഓഫ് ഇറ്റ് he'll pull everything together into ഒരു നൈസ് ടൈറ്റ് into നൈസ് പോയിന്റ് give it you. അഗെയിൻ മെഡിക്കൽ ത്രില്ലേഴ്സ് വായിക്കുമ്പം തീരെ അറിയാത്തൊരു ഫീൽഡാണ് മെഡിക്കൽ ഫീൽഡ്. എനിക്ക് തീരെ പരിചയമില്ല. ബാക്കിയൊക്കെ നമുക്ക് കേട്ടെങ്കിലും പരിചയമുണ്ട്. പക്ഷെ ഇതില് പുള്ളി ഇങ്ങനെ ആൾക്കാരെ വല്ലാണ്ട് ബേബി സിറ്റ് ചെയ്യാണ്ട്, പക്ഷെ എന്നാ വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. നോട്ട് വിക്കിപീഡിയ ആവാണ്ട്. അത് ഭയങ്കര ഒരു കഴിവാണ്. കാരണം ക്ലിനിക്കൽ ആയിട്ടല്ല പുള്ളി ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നു ഒരു മെഡിക്കൽ ടേം. അതൊരു കഴിവാണ്. കാരണം നമുക്കറിയാവുന്ന ഒരു കാര്യം ലേമൻസ് ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ള അത്ര എളുപ്പമല്ല, എസ്പെഷ്യലി അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറും കൂടി ആയതുകൊണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മറ്റേ ലാസ്റ്റ് വൺ ഫ്രൈഡേ ഫോറൻസിക് ക്ലബ് ഒരു നോവലിലെ ഷോർട്ട് സ്റ്റോറി കളക്ഷനാണ്. 4-5 കഥകളാണ്. അത് എല്ലാ ദിവസവും എല്ലാ ഫ്രൈഡേസും മീറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഫോറൻസിക് സ്റ്റുഡൻസിനോട് സർജൻ പറയുന്ന കഥകളാണ്. അപ്പൊ ചിലതൊക്കെ ഇതില് ഈ ഫസ്റ്റ് ബുക്കൊക്കെ ആയിട്ട് ലിങ്ക് ഉണ്ട്. അതിൽ പോലീസ് ഓഫീസർ ഇതിൽ വരുന്നുണ്ട്, അരുൺ അങ്ങനെ എന്തോ ആണ് പോലീസ് ഓഫീസറിന്റെ പേര്. ഹി ഓൾസോ അപ്പിയേഴ്സ് ഇൻ ദിസ് ബുക്ക്. മിസ്സായി പോവൊന്നും ഇല്ല ഒന്നും, പക്ഷെ അത് വായിച്ചു വരുമ്പോൾ നമുക്കൊരു യൂണിവേഴ്സിൽ ചെന്ന് പെട്ട ഒരു സന്തോഷം കിട്ടും. നമുക്ക് അങ്ങനത്തെ സന്തോഷം ഇഷ്ടമുള്ളവർക്ക് ഫസ്റ്റ് ബുക്ക് വായിച്ചിട്ട് ഇത് വായിക്കുന്നതായിരിക്കും നല്ലത്. എക്സലന്റ് ഓഥർ. ഐ തിങ്ക് പല പുസ്തകങ്ങൾക്കും കിട്ടുന്ന ഹൈപ്പ് രജതാറിന്റെ ബുക്സ് കിട്ടുന്നില്ല എന്ന് എനിക്കൊരു പരാതിയുണ്ട്. അല്ല, സി ദാറ്റ് ഈസ് എ ഗ്ലോബൽ ട്രൂത്ത്, റൈറ്റ്? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇരിക്കുന്ന പല പുസ്തകങ്ങൾക്കും കിട്ടുന്ന ഹൈപ്പ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചെറിയ പബ്ലിഷേഴ്സ് പബ്ലിഷ് ചെയ്യുന്ന പുസ്തകങ്ങൾ ആളുകൾ വായിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ദാമിയൻ്റെ അതിഥികൾ വായിച്ചിട്ടില്ല, പക്ഷെ ഞാൻ കേട്ടിടത്തോളം അത് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് എബവ് ദി അതർ ബുക്സ് ആണ്. അതുപോലെ ഈ കാന്തമല ചരിതം എന്ന് പറയുന്ന സാധനം വെറും വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റി കൊണ്ടാണ് എത്തുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഇച്ചിരി ഒരു ഹൈപ്പ് കൊടുക്കാൻ പറ്റിയ ഒരു എൻജിൻ പിറകിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ ഒരുപാട് നന്നായേനെ. അത് മൂപ്പര് അങ്ങനെ അത്ര വലിയ ആക്റ്റീവ് അല്ല. പുള്ളിക്ക് സ്വന്തം ഈ ജോലിയുടെ ഇടയിൽ സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ലാത്തതുകൊണ്ടായിരിക്കാം, വേറൊന്നുമല്ല. ബാക്കിയുള്ളവരൊക്കെ ആരെയും തലയും മുറുക്കി സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ബാക്കിയുള്ളവരെ മറ്റേ ഇതൊക്കെ ചെയ്ത് ഭയങ്കര ഹൈപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. വളരെ ഓർഗാനിക് ആയിട്ടാണ് രജിത്താറിന്റെ ബുക്കിന് റിവ്യൂസ് ഒക്കെ വന്നിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കും. അതൊരു ക്രെഡിറ്റ് ആണ് ശരിക്കും, അല്ലെ? വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റിയിൽ ഇഫ് യു ഗെറ്റ് ദാറ്റ് സോർട്ട് ഓഫ് ഒരു റീഡർഷിപ്പ് ആൻഡ് ഒരു ലോയൽ റീഡർഷിപ്പിനെ കിട്ടുന്നത്, അത് ഇറ്റ്സ് എ ഡെഫിനറ്റ് ക്രെഡിറ്റ് ടു ദ ഓഥർ. എന്നാലും കുറച്ചും കൂടെ ആൾക്കാർ വായിക്കും. ഞാൻ വായിച്ചിട്ടുണ്ട്, ഒറ്റ ബുക്കേ വായിച്ചിട്ടുള്ളൂ. ഒന്നാം ഫോറൻസിക് അധ്യായം. ഇത് ഇപ്പൊ നിങ്ങളെല്ലാം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഓഡിയൻസിന്റെ ഇന്റലിജൻസിനെ ഇൻസൾട്ട് ചെയ്യാത്ത രീതിയിൽ അത് ലേമാൻ ടേംസിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട്. എല്ലാ മെഡിക്കൽ ടേംസും സിറ്റുവേഷൻസും എല്ലാം. പൊതുവെ നമുക്ക് കാണുന്ന ഒരു സംഭവമാണ് പാറ്റർനൈസേഷൻ ഇല്ലാതെ. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഒരുപാട് ഡിറ്റക്റ്റീവ് നോവൽസ് ഒക്കെ വായിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരുപാട് ഇങ്ങനത്തെ ലിറ്ററേച്ചറും സിനിമയൊക്കെ കൺസ്യൂം ചെയ്യുന്നോണ്ടായിരിക്കാം ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് ഈ എഴുത്തുകാരന്റെ ലെവല് നമ്മളെക്കാട്ടി താഴെയാണ്. അല്ല അനൂപ്, ദാറ്റ് ഈസ് എ വെരി വെരി വാലിഡ് പോയിന്റ്. ഞാനിത് എനിക്കൊന്ന് മറിയ റോസോ ആരോ എഴുതിയ ഒരു കമന്റ് ആണ് അത്. ഈ എഴുത്തുകാരൻ, ഈ ഹൂഡണ്ണിറ്റൊക്കെ എഴുതുന്ന എഴുത്തുകാരന്റെ ഇന്റലിജൻസ് ആവറേജ് ഓഡിയൻസിൽ താഴെയാണെങ്കിൽ യു വിൽ ലൂസ് ദം. ഒരിക്കലും അങ്ങനെ എഴുതണമെങ്കിൽ ഒരു your reader base is a base of people with a comparable IQ as you. അതാണ് സത്യം. ഓക്കെ, ഈ ഒരുപാട് IQ കൂടിപ്പോയുള്ള പ്രശ്നം നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അതെല്ലാം മറ്റേ അത്യന്താധുനിക ആളുകളുടെ കാര്യമൊക്കെ പോലെ ആയിപ്പോവും. എന്നാൽ പോലും ആ ഒരു ബാൻഡ് ഉണ്ടല്ലോ, ആ മാക്സിമം ബാൻഡിലുള്ള
റീഡേഴ്സിനെ ഉം. അപ്പീൽ ചെയ്യണമെങ്കിൽ ആ ബാൻഡിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു IQ വേണം. Yeah. ഈ ഹൂഡണിറ്റ്സിന് എപ്പോഴും യു ഹാവ് ടു ബി ഹെഡ് ഓഫ് ദ റീഡർ. ഉം. ദ മൊമെന്റ് ദ റീഡർ ക്യാച്ചസ് അപ്പ് വിത്ത് യു, യു ആർ ഡൺ. Yeah. So രജത്താർ അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. ഹീസ് അബവ് ദ ഓഡിയൻസ് when it concerns his IQ. പക്ഷെ at the same time, it's very relatable to the audience. He is able to craft that എന്താ പറയുക, ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ പുള്ളിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ശരിക്കും നമ്മുടെ ഇൻക്വിസ്റ്റസ്നെസ്സിനെ ക്വെഞ്ച് ചെയ്യുന്ന രീതിയിൽ അത് പുള്ളിക്ക് അത് സാധിച്ചെടുത്തിട്ടുണ്ട്. സോ ഹി ഹാസ് ക്രാഫ്റ്റഡ് ദാറ്റ് പാർട്ട് വെരി വെൽ. സോ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത ഫീച്ചർ ആയിട്ട് അതാണ്. ഈ സാൻഡി പറഞ്ഞ പോയിന്റില് യു റീഡ് സിഡ്നി ഷെൽഡന്റെ ക്രൈം ഇതിലെ നോവൽസ് വായിക്കുകയാണെങ്കിൽ ദർ ഇസ് എ പാറ്റേൺ ടു ഇറ്റ്. നമ്മളൊരു 2-3 വായിച്ചു കഴിയുമ്പം യു അണ്ടർസ്റ്റാൻഡ് ദ പാറ്റേൺ. ബേസിക്കലി ഒരാളെ കൊല്ലാൻ പലരും ശ്രമിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഫസ്റ്റ് ഹാഫിൽ മനസ്സിലാവും. ഇതില് ഇവൻച്വലി ഒരു 2 പേരിൽ വന്ന് നിൽക്കും. നമുക്ക് ഒരാളെ നന്നായിട്ട് സംശയം തോന്നുമെങ്കിലും മിക്കവാറും മറ്റേയാളാണ് എന്റെ വില്ലൻ. ഇതൊരു പാറ്റേൺ ആണ്. നമുക്ക് ബുക്ക് വായിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് അപ്പൊ ഒരു പോയിന്റ് എത്തി കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെയായിരുന്നു, ഇത് ആരാണ് കള്ളന്റെ ഞാൻ ആദ്യമേ ഗസ് ചെയ്യും. പക്ഷെ ഐ റീഡ് ദ ഹോൾ ബുക്ക് ബിക്കോസ് ഈ ഹൂ ഡൺ ഇറ്റ് കഴിഞ്ഞിട്ട് വൈ എന്നുള്ള ക്വസ്റ്റ്യൻ ഉത്തരം അതെ, അതും അതിലേക്കുള്ള ഒരു ജേർണി ഉണ്ടല്ലോ, അത് സിഡ്നി ഷെൽഡൻ ഡസ് റിയലി വെൽ. യു കനോട്ട് ഗെസ് വൈ ഈസ് ഡൂയിങ്, വൈ ദിസ് പേഴ്സൺ ഇസ് ഡൂയിങ് വാട്ട് ഈസ് ഡൂയിങ്. അപ്പൊ അതൊരു ഇതാണ്. ആൻഡ് ഇവൻച്വലി വെൻ യു റീച്ച് ദർ, അയ്യേ ഇതിനാണോ എന്ന് നമ്മൾ ഓഡിയൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ തീർന്നു. പക്ഷെ സിഡ്നി ഷെൽഡന്റെ കാര്യത്തില് അയ്യേ ഇയാളോ ഇത് ഞാൻ ഗസ് ചെയ്തില്ല എന്ന് പറയുന്നതിലേക്ക് എത്തുമ്പോൾ ആണ് ഒരു നല്ല മിസ്റ്ററി ബുക്ക് വിൻ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആരാണ് എന്തിനാണ് 2 ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുമ്പോഴാണ് അത് കംപ്ലീറ്റ്ലി ഫെയർ ആവുന്നത്. അപ്പൊ പലപ്പോഴും ആരാണെന്നുള്ളത് അയ്യോ ഇത് ഞാൻ ഗസ് ചെയ്തില്ല, പക്ഷെ രണ്ടും കൂടെ ഒരു ഇത് വരുമ്പോൾ നല്ല രസമാണത്. രജിത്താർ ഇസ് വെരി ഗുഡ് അറ്റ് ദാറ്റ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്കിപ്പോ ഉള്ള ജോൺറയിലെല്ലാം നമുക്ക് ആക്ച്വലി ഓഡിയൻസ് ആർ എക്സ്പെക്ടിങ് ട്വിസ്റ്റ് എൻഡിങ്സ്. സോ ഡിറ്റക്റ്റീവ് ഫിക്ഷൻ ആകുമ്പോൾ നമുക്ക് റാൻഡമായിട്ട് ലാസ്റ്റ് ആകുമ്പോൾ റാൻഡമായിട്ട് ഒരു പേഴ്സണെ പിടിച്ച് കാണിക്കാൻ പറ്റത്തില്ല. വി ഹാവ് ടു എസ്റ്റാബ്ലിഷ് ദാറ്റ് ക്യാരക്ടർ. വില്ലൻ ക്യാരക്ടറിനെ നേരത്തെ മുതൽ അല്ലെങ്കിൽ ആ മിസ്റ്ററി ക്യാരക്ടറിനെ നേരത്തെ മുതൽ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ആൻഡ് എന്നിട്ട് സോ ഒബിയസ്ലി ഓഡിയൻസ് ഹാസ് എ ചോയ്സ്, ദേ വിൽ പിക്ക് വൺ. അപ്പൊ അവരുടെ ഇൻട്രസ്റ്റ് നിലനിർത്തണമെങ്കിൽ ആ വൈഡണറ്റിലാണ് കാര്യം. സോ അവിടാണ് ആക്ച്വൽ മിസ്റ്ററി ഇരിക്കുന്നത്. അത് എന്താ പറയണേ, എവിടെ ഒരു ബുക്ക് എന്തോ അല്ലേ, ദ ബട്ട്ലർ ഡിഡ് ഇറ്റ് എന്നാ എന്തോ പറഞ്ഞിട്ട്. അല്ല അത് ഈ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിറ്റക്റ്റീവ് നോവൽസ് ഹൂഡണറ്റ്സിന്റെ ഒക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എല്ലാ ട്രോപ്പുകളും ഉപയോഗിക്കപ്പെട്ട് കഴിഞ്ഞു. എവറി പോസിബിൾ കോമ്പിനേഷൻ ഓഫ് ഹൂ ഡിഡ് ഇറ്റ് ഹാസ് ബീൻ എക്സ്പ്ലോർഡ്, റൈറ്റ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇവരുടെ എന്താണ് അഗത്ത ക്രിസ്റ്റിയുടെ ഇതുണ്ടല്ലോ, ദെൻ ദേർ വെർ നണ്ണില് ചത്ത ഒരാളെ കൊണ്ടാണ് വന്ന് പിന്നെ കൊല ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അതുപോലത്തെ എവറി പോസിബിൾ ഷോക്ക് എലിമെന്റ് കൺക്ലൂഷൻസ് ഹാവ് ഓൾ ബീൻ ഡൺ ആൻഡ് എക്സ്പ്ലോർഡ്. അതാണ് ഒരു പ്രശ്നം ഈ ഹൂഡണിറ്റ് എഴുതുമ്പോൾ. There are 10 golden rules of detective fiction. ഗൂഗിൾ ചെയ്താൽ കിട്ടും. അതില് ഒരു റൂൾ ഇസ് വാട്ട് അനൂപ് സെഡ്. ഇതിലൊന്നും ഇന്നേ വരെ കാണിക്കാത്ത ഒരാളെ കില്ലറായിട്ട് കൊണ്ടുവരാൻ പാടില്ല. ചെയ്യാം, പക്ഷെ ഇറ്റ് ഡസ് നോട്ട്. അതുമാതിരി ട്വിൻസ് അങ്ങനത്തെ സാധനങ്ങൾ അൺലെസ് പലതിലും നമ്മളിപ്പോ ഹിന്ദി സിനിമയൊക്കെ എടുക്കുകയാണെങ്കിൽ അവസാനം വരുമ്പോ ഒരു ട്വിൻ ഒക്കെ വരും അതിന്റെ അകത്ത്, അത് പാടില്ല. അങ്ങനത്തെ ചില ഒരു 10 റൂൾസ് ഉണ്ട്. അത് നല്ല രസമുള്ള റൂൾസ് ആണ് അതൊക്കെ. ദാരുണമായിട്ട് ബ്രേക്ക് ചെയ്തൊരു ഈ ഒരു ഞാൻ കണ്ടൊരു പടത്തില് ഡിറ്റക്റ്റീവ് ഉജ്വലൻ പടം കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, അതിന്റെ സ്പോയിലർ പറയണോന്നറിയില്ല. പക്ഷെ ധ്യാൻ ശ്രീനിവാസൻ അല്ല, എനിക്ക് തോന്നുന്നു നിങ്ങൾ ആരോ പറഞ്ഞിട്ടാണ് ഞാൻ അന്നാള് പോയി കണ്ടത്. എനിക്കത് ആക്ച്വലി അത് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. ബട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, കാരണം ഇറ്റ് ബ്രേക്സ് ദാറ്റ് വൺ കാർഡിനൽ റൂൾ. അത് ശരിയാണ്, പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു.
ക്ലൂ കണ്ടതാണോ ആരെങ്കിലും? ദ ക്ലൂ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്, ഒരു ഗെയിം ഉണ്ട് ക്ലൂ എന്ന് പറഞ്ഞിട്ട്. സ്റ്റീഫൻ കറിയുടെ ഒരു പഴയ സിനിമയാണ് ക്ലൂ എന്ന് പറഞ്ഞിട്ട്, കണ്ടു നോക്കണം. 3 ക്ലൈമാക്സ് ആണ് അതിൽ. ഓക്കെ, ആ 3 ക്ലൈമാക്സ് ഉള്ള എക്സ്റ്റെൻഡഡ് വെർഷൻ കിട്ടുമെങ്കിൽ കാണണം. ഞാൻ ഇതിനകത്തുനിന്നാണ് കണ്ടത്, മറ്റേ നമ്മുടെ ടോറന്റ് ഡൗൺലോഡ് ചെയ്താ കണ്ടത്. മറ്റേ അതൊരു കേണൽ മസ്റ്റർഡ് അതല്ലേ ആ ഗെയിം? അതെ അതെ അതെ, കേണൽ മസ്റ്റർഡ്. അതൊരു എല്ലാരും കൂടി ഒരു വീടിനകത്ത് ഒരു ഒരാൾ മരിക്കും, നമ്മൾ കിച്ചൺ ഗസ് ചെയ്യുക. നൈഫാണോ അതിന്റെ മാഫിയ എന്ന് പറഞ്ഞൊരു വേർഷൻ ഉണ്ട്, ഭയങ്കര രസമാണ്. അല്ല അതല്ല ഇത് കളിച്ചിട്ടുണ്ടോ? ശരിക്കും. ഇത് അത് മാഫിയയും വെയർവുൾഫും വേറൊരു കളി, നമ്മുടെ കള്ളൻ പോലീസ് കളിയുടെ ഒരു വേറെ വേർഷൻ. ഇതങ്ങനെയല്ല. ഇതെന്ന് വെച്ചാൽ നമ്മള് ഒരു ഡെത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് ക്ലൂഡോ എന്ന് വേറൊരു പേരാണ്. അത് US വന്നപ്പോ ക്ലൂഡോ ആയി, ഇംഗ്ലണ്ടിൽ ക്ലൂ എന്നാണ് അതിന്റെ പേര്. അപ്പൊ ഇത് അതിന്റെ ഒരു മറ്റേ മൂവി വേർഷനാണ്. മാഫിയ വേറൊരു ടൈപ്പ് സംഭവമാണ്. മാഫിയ നമ്മൾ പറഞ്ഞ അതൊരു സോഷ്യൽ ഇതായിരുന്നു, എന്താ പറയാ, അതൊരു ഒരു സ്റ്റുഡന്റ് ഉണ്ടാക്കിയ ഗെയിമാണ് അത്. നിങ്ങൾ ആരെങ്കിലും കളിച്ചിട്ടുണ്ടോ മാഫിയ? ഉഗ്ര സാധനമാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 7-8 പേര് വേണം, എന്നാലേ ശരിയാവുള്ളൂ. ഒരു വില്ലേജ്, ആ വില്ലേജില് കുറച്ച് മാഫിയ മെമ്പേഴ്സ് പ്ലാന്റഡ് ആണ്. പിന്നെ ഒരു ഡോക്ടറുണ്ട്, ഒരു പോലീസുകാരനുണ്ട്. അപ്പൊ ആദ്യം എല്ലാരും കണ്ണടയ്ക്കും, എന്നിട്ട് റാൻഡം ആയിട്ടാണ് ഈ മാഫിയ കാർഡ് കിട്ടുന്നവരാണ് മാഫിയ. ആർക്കും അറിയില്ല മാഫിയ ആരാന്ന്. അപ്പൊ മാഫിയാസ് കണ്ണ് തുറന്നിട്ട് ദേ വിൽ ഡിസൈഡ് ഹൂ എമംഗ് ദ വില്ലേജസ് ടു ബി കിൽഡ്. അപ്പം ഇങ്ങനെ അവരിങ്ങനെ ചൂണ്ടിക്കാണിക്കും ആരെയാണ് കൊല്ലേണ്ടതെന്ന്. അപ്പൊ അങ്ങനെ ഒരാൾ ഐഡന്റിഫൈ ചെയ്ത് അയാളെ കൊല്ലും. അത് കഴിഞ്ഞിട്ട് മാഫിയ കണ്ണടക്കണം. അത് കഴിഞ്ഞിട്ട് ചോദിക്കും ആരാണ് ഡോക്ടർ എന്ന് ചോദിക്കും. ഡോക്ടർ കണ്ണു തുറക്കും. ഡോക്ടർ കണ്ണു തുറന്നിട്ട് ചോദിക്കും നിങ്ങൾക്ക് ഈ കൂട്ടത്തിൽ ഒരാളെ സേവ് ചെയ്യാം, അതാരാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ പറയും. അപ്പൊ ഡോക്ടർ ആ ആളെ ചൂണ്ടിക്കാണിക്കും. ഇപ്പൊ മാഫിയ കൊന്ന ആളും ഡോക്ടർ ചൂണ്ടിക്കാണിച്ച ആളും സെയിം ആണെങ്കിൽ ദാറ്റ് പേഴ്സൺ വിൽ സർവൈവ്. അത് കഴിഞ്ഞിട്ട് ഡിറ്റക്റ്റീവ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഡിറ്റക്റ്റീവ് ഉണ്ട്. ഡിറ്റക്റ്റീവിന്റെ അടുത്ത് കണ്ണു തുറക്കാൻ പറയും. എന്നിട്ട് പറയും ഇതിൽ ആരെയാണ് സംശയം നീക്കും മാഫിയക്ക്. അപ്പോൾ ഇവർക്ക് ഈ ഡിറ്റക്റ്റീവ് ചൂണ്ടിക്കാണിക്കുന്ന ആൾക്ക് മോഡറേറ്റർ പറയും യെസ് ഓർ നോ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കണ്ണു തുറക്കും. അപ്പം ഒന്നെങ്കിൽ ഒരാൾ ചത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അയാളെ രക്ഷിച്ചിട്ടുണ്ടാവും ഡോക്ടർ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്യാണ് ആരാണ് മാഫിയ എന്ന്. അപ്പൊ എന്നിട്ട് ഒരാളെ സംശയം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അതിന് ഫോറും എഗെയിൻസ്റ്റും സംസാരിച്ച് വോട്ട് ചെയ്ത് ഫൈനലി യു ഡിസൈഡ് ഹൂ ഇസ് ദ മാഫിയ. അപ്പോൾ ഇതിലും മാഫിയ കിടിലമായിട്ട് ആക്ട് ചെയ്യുന്നവരാണ് മിക്കവാറും ജയിക്കുന്നത്. അത് ചിലരൊക്കെ ഉണ്ട്, നമ്മൾ പ്രതീക്ഷിക്കുകയില്ല, ലാസ്റ്റ് അവരാണ് മാഫിയ എന്ന് അറിയുമ്പോൾ നമ്മളൊരു ഞെട്ടും. ആക്ച്വലി ഇതിന്റെ ഒരു സിംപ്ലിഫൈഡ് വേർഷൻ ആണ് വെയർവുൾഫ് ആണ് ശരിക്കുള്ള ഒറിജിനൽ ഗെയിം. ഇത് ഒരു സോഷ്യോളജി സ്റ്റുഡന്റ് തുടങ്ങിയതാണ്. അതായത് ടു എസ്റ്റാബ്ലിഷ് ദ റൂൾ ദാറ്റ് ഇൻഫോംഡ് മൈനോറിറ്റി അൺഇൻഫോംഡ് മെജോറിറ്റീനെ മിക്കവാറും തോപ്പിക്കുന്നു. കാരണം ഇതിനകത്ത് വില്ലേജേഴ്സ് ഉണ്ട്, വില്ലേജേഴ്സ് ആണ് കൂടുതൽ പേര്. വെയർവൂൾഫ്സ് ആണ് ഈ കേസിൽ. അത് വളരെ സിമ്പിൾ ആണ്. ഈ മാഫിയ പോലെ ഒരു ഡിറ്റക്റ്റീവോ ഡോക്ടറോ അതാണ് ആക്ച്വലി എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ യു ആർ പുട്ടിങ് മാഫിയയുടെ ഒരു റോള് ആളെ കൊല്ലുക, സെക്കൻഡ് ഇന്നസെന്റ് ആയിട്ടുള്ള ആളുകളുടെ മേല് അയാള് മാഫിയാണെന്ന് പറയുക. അപ്പൊ വില്ലേജേഴ്സ് വിൽ വോട്ട് ഔട്ട് ദാറ്റ് പേഴ്സൺ. മാഫിയക്ക് അറിയാം മാഫിയ ആരാണെന്ന്, പക്ഷെ അറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് Among Us വിത്ത് എക്സ്ട്രാ സ്റ്റെപ്സ് അല്ലേ? Among Us is derived from മാഫിയ. നമ്മുടെ കളരും പോലീസും കളിയൊക്കെ ഏകദേശം ഇതിന്റെ ഒരു വേറെ വെർഷനാന്ന് പറയാം. പക്ഷെ അവിടെ നമ്മൾ ഒരാളെ ഗസ് ചെയ്യുന്നുള്ളൂ. ഇത് പക്ഷെ ഗ്രൂപ്പായിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ കളിയാണ്. ആക്ച്വലി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഷെർലക് ഹോംസ് വായിച്ച് കഴിഞ്ഞപ്പോഴാണ് ഐ കംപ്ലീറ്റ്ലി ലോസ്റ്റ് ഇൻട്രസ്റ്റ് ഇൻ ഹാർഡി ബോയ്സ്. കാരണം അത് കഴിഞ്ഞിട്ട് വായിക്കുന്ന ഹാർഡി ബോയ്സിൽ അവരിടുന്ന ക്ലൂസ് നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലാവും. നമ്മൾ ഏജ് ഓവർ ആയി ആഡി ബോയ്സ്. അതാണ് അതിന്റെ സിഗ്നൽ. നമുക്കത് ഇതിലൊന്നും നമ്മുടെ ഇന്റലിജൻസ് ആ ബുക്കിന്റെ ഉദ്ദേശിക്കുന്ന ഓഡിയൻസ് ഇന്റലിജൻസ് മുകളിൽ വന്നു. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ ആ 3 ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഇപ്പൊ വായിച്ചപ്പോ എനിക്ക് ആ ഫീല് കിട്ടിയില്ല. ആദ്യം വായിച്ചപ്പോ ഒരു ഭയങ്കര ഫീലായിരുന്നു. കമ്പയർഡ് ടു ഹാർഡി ബോയ്സ് ആൻഡ് നാൻസി ഡ്രൂ ഭയങ്കര നല്ലതായിരുന്നു. അതെ ഡെഫിനറ്റ്ലി ആക്ച്വലി 3 ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഇസ് ദ ലാസ്റ്റ് വൺ ദാറ്റ് I read before I graduated out of that kind of books. Agatha Christie movie. ഞാനും അതെ സെയിം. Okay, back to
അപ്പൊ നമ്മള് ആരാ രജത് അപ്പൊ ഹൂഡണിറ്റ്സ് വന്ന സ്ഥിതിക്ക് നമുക്ക് ലാജോ ജോസിലേക്ക് പോയാലോ. ഉം. ഞാൻ ഫസ്റ്റ് വായിച്ചത് കോഫി ഹൗസ് ആയിരുന്നു. ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് ഹൈപ്പ് ചെയ്തിട്ടാണ് ഞാൻ കോഫി ഹൗസ് എടുത്തത്. എന്നെ ഒരുപാട് പേര് ഹൈപ്പ് ചെയ്തു, ഭയങ്കരമായിട്ട് ഹൈപ്പ് ചെയ്തു. ഭയങ്കര കിടില സാധനമാണ്, ഇതുപോലൊരു ഗ്രൗണ്ടഡ് ഡിറ്റക്റ്റീവ് സാധനം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട്. അതിലെ ബേസിക് പ്രിമൈസ് അല്ലെങ്കിൽ ദ പ്രോബ്ലം വാസ്, ആ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു മുറി അടുക്കള കാണാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു അതിന്റെ ആ കേസിന്റെ മേക്ക് ഓർ ബ്രേക്ക് പോയിന്റ്. അത് എനിക്ക് മനസ്സിലായി, അവിടെ എത്തിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് അടുക്കള കാണാൻ പറ്റുന്നതെന്ന്. അതോടെ ആ കഥയിലുള്ള ഫുള്ള് ത്രില്ലും എനിക്ക് പോയി. സോ ഫോർ മീ കോഫി ഹൗസ് വാസ് എ ലൂക്ക് വാം, ഓണസ്റ്റ്ലി എ ലൂക്ക് വാം എക്സ്പീരിയൻസ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹൈഡ്രാഞ്ചിയും കോഫി ഹൗസും ഒരുമിച്ചാണ് വാങ്ങിച്ചത്. ഞാൻ ഹൈഡ്രാഞ്ചി എടുക്കാൻ പോയപ്പോൾ ആരോ പറഞ്ഞു കോഫി ഹൗസ് വായിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഹൈഡ്രാഞ്ചിയ വാങ്ങിക്കുന്നത് വെറുതെ ആണെന്ന്. അത് കാരണം അത് ഹൈഡ്രാഞ്ചി ഞാൻ എപ്പോഴും വായിച്ചു. ഷെൽഫ് ഇരിപ്പുണ്ട്. ഞാൻ മറ്റേ കോഫി ഹൗസ് വായിച്ചു, പിന്നെ കന്യാമരിയാണ് വായിച്ചത്. കന്യാമരിയ മറ്റേ അന്നത്തെ ആ ഹൈപ്പൊക്കെ ഉണ്ടല്ലോ, അന്നത്തെ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു നമ്മുടെ ഫ്രാങ്കോ. കന്യാസ്ത്രീ ബിഷപ്പ് ഫ്രാങ്ക് ഒരു സംഭവം ഉണ്ടായില്ലേ. അപ്പോൾ അതിൻ്റെ സമയത്താണ് അത് വന്നത്. എനിക്ക് നല്ല ഡൗട്ടുണ്ട് അത് മാർക്കറ്റിങ്ങിൻ്റെ പാർട്ടായിരുന്നു എന്ന്. അത്രയ്ക്ക് അങ്ങോട്ട് ഒരു സംഭവമായിട്ട് തോന്നിയില്ല. പക്ഷെ അതിനകത്ത് കുറച്ച് എലമെന്റ്സ് ഉണ്ടായിരുന്നു, അതിനെ ഒന്ന് കുറച്ചുകൂടി പൊലിപ്പിച്ച് എഴുതാൻ പറ്റുന്ന സാധനങ്ങൾ ഉണ്ടെന്ന് എനിക്ക് തോന്നി. കാരണം അതിന് വേണ്ടത്ര ഊന്നൽ കിട്ടിയിരുന്നെങ്കിൽ. പക്ഷെ എല്ലാ പേജ് ടേണേഴ്സ് ആണ്, നമ്മൾ നിലത്ത് വെക്കില്ല മടുത്തിട്ട്. പക്ഷേ എന്താ പറയാ, കുറച്ചുകൂടി ഒന്ന് ക്രാഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു The books don't സംഭവമായിരുന്നു. stay with you, that's all. As Yeah. simple as that. ഓർമ്മയില്ല പലതിൻ്റെയും. എനിക്കിതിലാകെ കോഫി ഹൗസിൽ ഓർമ്മയുള്ളത് ഇത് എങ്ങനെയാ ക്രാക്ക് ചെയ്തെന്ന് മാത്രമേ ഓർമ്മയുള്ളൂ. അത് പിന്നെ ഇവിടെ പറയുന്നില്ല, അതിനിപ്പോൾ വായിക്കുന്നവർ സ്പോയിലർ ആകണ്ട എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ലാജോ ജോസ് ഇതിനെപ്പറ്റി പറയാനൊരു കാരണമുണ്ട്. പുള്ളി ഇത് എഴുതാനുള്ള കാരണമായിട്ട് പറയുന്നത്, അങ്ങേര് നേരത്തെ ഫുൾ ടൈം റൈറ്റർ ആവുന്നതിന് മുമ്പ് എവിടെയോ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ജോലിയായിരുന്നു, ബാങ്കോ അങ്ങനെ എന്തോ ഒരു സംഭവത്തിൽ. അപ്പോൾ കോട്ടയം പുഷ്പനാഥിൻ്റെ ക്രൈം ത്രില്ലേഴ്സ് അല്ലാതെ വേറെ ഒന്നും എഴുതപ്പെടുന്നില്ലേ മലയാളത്തിൽ നിന്ന് നോക്കിയപ്പോൾ ഒന്നുമില്ല. ആ സമയത്ത് കൂടുതൽ പേരും ഈ ആടുജീവിതമൊക്കെയാണ് അപ്പോഴത്തെ ട്രെൻഡ് എന്ന് തോന്നുന്നു. അങ്ങനത്തെ സാഹിത്യം, ആരാച്ചാര്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അപ്പോഴത്തെ ട്രെൻഡുള്ളൂ. അപ്പോൾ പുള്ളി ക്രൈം ത്രില്ലറായിട്ട് പറഞ്ഞ് എഴുതിയതാണ് മറ്റേ കോഫി ഹൗസ്. ഗ്രീൻ ബുക്സ് അത് എടുത്തു. അത് ആ സമയത്ത് ഭയങ്കരമായിട്ട് അത് ഹിറ്റായി. അപ്പോൾ അത് മനോരമയിൽ ഒരു ആർട്ടിക്കിൾ വന്നായിരുന്നു, മനോരമ ഓൺലൈനിൽ. അങ്ങനെയാണ് ഞാൻ ഈ പുസ്തകം പരിചയപ്പെടുന്നത്. പക്ഷേ പുസ്തകം വായിക്കാൻ എടുക്കുന്നത് അതും കഴിഞ്ഞ് ഒരു 5-6 കൊല്ലം കഴിഞ്ഞിട്ടാണ്. ഈ ലോക്ക്ഡൗണിൻ്റെ ടൈമിൽ അതൊന്ന് എല്ലാവരും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് വായിച്ചതാണ്. പക്ഷേ കോഫി ഹൗസ് എനിക്ക് അത്ര വലിയ സംഭവമായിട്ട് തോന്നിയില്ല. ഞാൻ ഇപ്പോൾ അനൂപിന് ഞാനത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, അന്ന് കോഫി ഹൗസ് ഉണ്ടെന്ന് റെക്കമെൻഡ് ചെയ്തു. പക്ഷേ പിന്നെ അത് ആലോചിക്കുമ്പോൾ അതിനകത്തൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അതിനകത്ത് ഞാൻ ആകെ ഒരു എൻജോയ് ചെയ്താട്ടോ. ഏ ഞാൻ എൻജോയ് ചെയ്ത് നോക്കാണ്. എൻജോയ് എന്ന് വെച്ചാല് ഞാൻ ലൈക്ക് 3/4 ഓഫ് ദ ബുക്ക് ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത് നോക്കാണ്. കാരണം അതിന്റെ തുടക്കത്തിൽ ആ സ്റ്റോറിയും ഒക്കെ ജസ്റ്റ് എന്താ പറയുക, കുറച്ച് ഫ്ലൂയിഡ് ആയിട്ട് നല്ല എഴുത്തായിട്ട് എനിക്ക് അന്നേരം തോന്നിയത്. പിന്നെ അധികവും കാഷ്വൽ ആയിട്ടുള്ള ടോക്സ് ആയിരുന്നു. അക്കേഷ്യ മരങ്ങളെ കുറിച്ചും, പിന്നെ ഇന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നല്ല പബ്സ് കിട്ടുമെന്ന്, അങ്ങനത്തെ കുറെ ഡയലോഗ്സ് ഒക്കെ ഈ കോട്ടയം ഏരിയ കോട്ടയം മൊത്തം കവർ ചെയ്തിട്ടുണ്ട് അതിനകത്ത്. കവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതില് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, രജത്താറിന്റെ കാര്യത്തിൽ പറഞ്ഞില്ലേ, ഓഡിയൻസിന്റെ ഒരു IQ ലെവല് ഓതറിനെക്കാട്ടി മേലെ ആയുള്ള കുഴപ്പം, ആ ഒരു കുഴപ്പം എനിക്ക് ഇവിടെ ഫീൽ ചെയ്തു. കാരണം അവസാനമായി കഴിഞ്ഞപ്പം ഇതിന്റെ ഉള്ളി പൊളിച്ചതുപോലെ എന്ന് നമുക്ക് പറയേണ്ടി വരും. ശരിയാണ്. കാരണം ആ ഒരു കേസ് അത്ര സ്ട്രോങ് അല്ല ടു സ്റ്റാർട്ട് വിത്ത്. പക്ഷേ ക്ലൈമാക്സ് വളരെ റിയലിസ്റ്റിക് ആയിരുന്നു എന്നതൊരു പ്ലസ് പോയിന്റ് ആണ്. അതുകൊണ്ടായിരുന്നു. കാരണം അവിടെ ഒരു അത്ഭുതവും സംഭവിക്കുന്നില്ല. സത്യം അതുകൊണ്ടായിരുന്നു തിരിച്ചറിയുന്നു. ആൾക്കാർക്ക് അതെ, സത്യം തിരിച്ചറിയുന്നു. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് ഒരു മിറക്കിളും ഇല്ല. അത് വളരെ നല്ലൊരു ട്രീറ്റ്മെന്റ് ആയിട്ട് തോന്നി. എനിക്കൊന്ന് അതായിരിക്കാം ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം. കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിരുന്നു ആ കാര്യത്തിലൂടെ. അതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ ക്രൈം എന്ന് പറയുന്നത് വളരെ ആർക്കും സംഭവിക്കാവുന്ന ഒരു സാധനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരുപാട് നടന്നിട്ടും കേട്ടിട്ടും ഒക്കെ ഉള്ളതാണ്. ഇപ്പോൾ ഫാർ ഫെച്ച്ഡ് ക്രൈം ഒന്നുമല്ല. സോ ദാറ്റ്സ് പ്രോബബ്ലി അനദർ റീസൺ.
പിന്നെ അതിൻ്റെ അകത്ത് ഒരുപാട് പേർക്ക് അതിൻ്റെ അകത്ത് ആ ഫുഡ് ബ്ലോഗിങ് സ്റ്റൈല് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി ടു മീ ടുക്ക് അവേ ഫ്രം ദ ബുക്ക്, ബട്ട് ദർ ആർ എ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ലൈക്ഡ് ഇറ്റ്. ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങളായിരുന്നു അതൊക്കെ. വേറെ കന്യാമരിയുടെ കേസ് പറഞ്ഞാലും കന്യാമരിയക്കകത്ത് ഈ ഒരു പ്രിമൈസ് ഉണ്ട്. ഞാൻ പറഞ്ഞ ഒരു അറ്റ്മോസ്ഫിയർ, ഒരു മൊണാസ്ട്രിയുടെ അറ്റ്മോസ്ഫിയർ ഉണ്ട്. പിന്നെ അതിനകത്ത് നമ്മൾ പലരെയും സംശയിക്കുന്നുണ്ട്, അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഒരു ആന്റഗണിസ്റ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു സൂപ്പർ നാച്ചുറൽ എലമെന്റ് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. സൂപ്പർ നാച്ചുറൽ അല്ല, അത് ആക്ച്വലി അങ്ങോട്ട് പോയാൽ അത് സ്പോയിലർ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് മിസ്റ്ററി ഉണ്ട്. പക്ഷേ അവസാനം എല്ലാം കഴിയുമ്പോൾ ഇത്രേ ഉള്ളൂ എന്ന് തോന്നിപ്പോകുന്നൊരു എൻഡിങ് ആണത്. പിന്നെ വേറൊന്നും വായിച്ചിട്ടില്ല. വാങ്ങി വെച്ചത് ഹൈഡ്രാഞ്ചിയാണ്. ഹൈഡ്രാഞ്ചിയ അതുപോലെ ഞാൻ വായിക്കാൻ എടുത്തിട്ടില്ല. പക്ഷേ ഹൈഡ്രാഞ്ചിയ ആണെന്ന് തോന്നുന്നു പുള്ളി അന്ന് ആരോപണം മറ്റേ ഉണ്ടായത്. ഹൈഡ്രാഞ്ചിയാണോ റുത്തിൻ്റെ രോഗമാണോ മറ്റേ 5-ാം പാതിര ഇത് മോഷ്ടിച്ചു എന്നും പറഞ്ഞിട്ട്? ഹൈഡ്രേഞ്ചിയ. ഹൈഡ്രാഞ്ചിയ ഉണ്ട്. ഓക്കെ. റൂത്തിന്റെ ലോകം മറ്റേതാണല്ലോ, ബോഗൻവില്ല. ബോഗൻവില്ല. ഫോർ മീ ബോഗൻവില്ല വളരെ എന്താ പറയുക, അമൽനീരദിൻ്റെ വൺ ഓഫ് ദ വേസ്റ്റ് വർക്ക്സ് എന്ന് പറയാവുന്നൊരു സിനിമയായിരുന്നു. മൈ പേഴ്സണൽ ഒപ്പീനിയൻ. Book-wise, it was okay. I mean, For me, കോഫി ഹൗസ് ഈ പറഞ്ഞ പോലെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഒരു ഓറഞ്ച് തോട്ടത്തിലെ അതിഥി എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം വന്നിരുന്നു. അത് ഈ പറഞ്ഞ പോലെ ലാജോ ജോസ് ആയതുകൊണ്ടും ക്രൈം ആയതുകൊണ്ടും വാങ്ങിച്ച് തിരി നിരാശയായിരുന്നു അത്. പക്ഷെ ഒരു ഫാൻ ബേസ് ഉണ്ട്. ഫാൻ ബേസ് അവര് എല്ലാ പുസ്തകങ്ങളും അത്യാവശ്യം നല്ല എന്താ പറയുക, നല്ല സെയിൽ ഉണ്ടാവും. ഒന്നാമത്തെ കാര്യം പേജ് ടേണേഴ്സ് ആണെന്ന് പറയാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഫാൻ ബേസ് ഇപ്പോഴും വളരെ ഡെഡിക്കേറ്റഡ് ഫാൻ ബേസ് ഉണ്ട് പുള്ളിക്ക്. റെസ്റ്റ് ഇൻ പീസ് അങ്ങനെ ഒരു പുസ്തകം കൂടെ ഉണ്ട്, ഒരു ഓൾഡ് ഏജ് ഹോമിൽ നടക്കുന്ന, വെരി ഫർഗറ്റബിൾ. കുഴപ്പമില്ല. ഉള്ളതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് മറ്റേ കന്യാമറിയും റൂത്തിന്റെ ലോകവുമാണ്. എനിക്ക് കുറച്ചൊന്ന് എനിക്ക് കന്യാമറിയിൽ ചില ട്വിസ്റ്റുകളൊക്കെ ഇഷ്ടപ്പെട്ടു ഈ പറഞ്ഞ പോലെ. ചിലതൊക്കെ എനിക്ക് ഞാനത് ഐ ഡെന്റ് സീ ഇറ്റ് കമ്മിങ് എന്നുള്ള മാതിരി 1-2 സ്പോട്ട്സ് ഉണ്ടായിരുന്നു, വിച്ച് ഐ ലൈക്ഡ്. ആൻഡ് ഇറ്റ് ടോക്ട് അബൌട്ട് സംതിങ് ദാറ്റ് വാസ് റെലവെന്റ് ആ സമയത്ത്. ഈ പറഞ്ഞ പോലെ മാർക്കറ്റിംഗ് വേവ് പിടിച്ചതായിരിക്കാം, പക്ഷെ എന്നാലും അതിനെക്കുറിച്ച് എഴുതാൻ ഒരു ധൈര്യം ഉണ്ടല്ലോ. അത് വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ടാണ് എഴുതിയേക്കുന്നത്, അതാണ് അതിലെ വേറെ കാര്യം. ഒന്നും മറയില്ലാണ്ടാണ് എഴുതിയേക്കുന്നത്, വളരെ ആരെയും ന്യായീകരിക്കാൻ ശ്രമിക്കാണ്ടാണ് എഴുതിയേക്കുന്നത്. അതിന് ക്രെഡിറ്റ് വെർ ഇറ്റ്സ് ഡ്യൂ. ബിക്കോസ് കമ്മിങ് ഫ്രം ഹിസ് ബാക്ക്ഗ്രൗണ്ട് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. ചർച്ചിനെയൊക്കെ കുറ്റം പറയാന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. Alright. Anything else on Lajo? No. വിപിൻ ദാസ് മികച്ച തിരക്കഥാകൃത്തിന്റെ സംസ്ഥാന award അവാർഡ് കിട്ടിയ ആളാണ്. അതുകൂടി മെൻഷൻ ചെയ്യണം ബൊഗൻവില്ലയ്ക്ക്. പടം കണ്ടിട്ടില്ല, എനിക്ക് അതുകൊണ്ട് കമന്റ് ആക്ച്വലി റൂത്തിന്റെ ചെയ്യുന്നില്ല. ലോകം ഞാൻ വായിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ആ സിനിമ കുറച്ചും കൂടെ വർക്ക് ആയേനെ. സിനിമ കാണാത്തവരുണ്ടോന്ന് എനിക്കറിയില്ല. സിനിമ ഇറങ്ങിയിട്ട് ഇത്രയും കാലമായതുകൊണ്ട് സ്പോയിലർ പറയുന്നതിൽ തെറ്റുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ എനിക്കറിയാം. അപ്പൊ അതില് ഒരു കഥാപാത്രത്തിന്റെ ഒരു എന്താ പറയാ കംപ്ലീറ്റ് ആയിട്ട് തിരിയുന്ന ഒരു ഇതുണ്ട്. അതിൽ ആക്ടർ വാസ് റിയലി റിയലി ഗുഡ് എന്ന് എനിക്ക് തോന്നി. വളരെ കൺവിൻസിങ് ആയിരുന്നു ആസ് ദി പാവം വേർഷൻ ആൻഡ് ദ ബാഡ് ഗൈ. ആൻഡ് ദിസ് ഇസ് നോട്ട് സംതിങ് യു വുഡ് എക്സ്പെക്ട് ഫ്രം ദാറ്റ് ആക്ടർ. കാരണം അദ്ദേഹത്തിന്റെ പരിവേഷം അതല്ല. ജനറലി പുള്ളി ഒരു വേറൊരു ഇതിലാണ് നമ്മൾ പുള്ളിയെ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻജോയ് ചെയ്തു. എനിക്ക് എന്തുകൊണ്ടോ അത് I could see it from a mile away. Climax. ബുക്ക് വായിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ബുക്ക് വായിച്ചിട്ടില്ല, പടം മാത്രമേ കണ്ടു. പക്ഷെ വൈ ഹൗ എന്നുള്ള ക്വസ്റ്റ്യൻ വന്നില്ലായിരുന്നോ? ഹൗവും ഇറ്റ്സ് നോട്ട് അത് പുള്ളിക്ക് ഒരു യുണീക് സിറ്റുവേഷൻ പുള്ളിയുടെ കൈ കിട്ടുന്നതാണ്. ഇറ്റ്സ് നോട്ട് സംതിങ് ദാറ്റ് ഹി ആക്ച്വലി പ്ലാൻഡ്. അപ്പം ശരിയാ. അതുകൊണ്ട് അതൊരു സ്ട്രോങ് ഹൗ ആയിട്ട് എനിക്ക് തോന്നിയില്ല. ബുക്കിൽ അങ്ങനെയാണോ? ബുക്കിൽ അങ്ങനെയല്ലല്ലോ, പുള്ളി പണി കൊടുത്തത് അങ്ങനെ എന്തോ ആണത് അല്ലേ? ബുക്ക് വായിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കത് വിലയിരുത്താൻ പറ്റില്ല.
ഞാനൊരു കാര്യം പറയട്ടെ. അതിനൊരു ഫാൻ ഫിക്ഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു ആരാ ഈ ബുക്കിൽ ആക്ച്വലി റൂത്തിന്റെ ലോകം എൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ബുക്കിൽ ഒരു 3 കഥകൾ ഉണ്ടായിരുന്നു. ഇതിന്റെ ഇത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഫാൻ ഫിക്ഷന്മാരെ വായിച്ചിട്ടില്ലേ? ഞാൻ അതിൽ ഒരാളുടെ പേര് കൃഷ്ണകുമാർ. ഞാൻ കൃഷ്ണകുമാറാന്ന് വിചാരിച്ചത്. പല്ലായിരിക്കും ചിലപ്പോ. പക്ഷെ അത് നല്ലതായിരുന്നു കേട്ടോ. 3 ഇതിന്ന് അതൊന്ന് വായിച്ചാൽ നല്ലതായിരിക്കും. ഈ ഓറഞ്ച് തോട്ടത്തിലെ അതിഥി എന്ന് പറഞ്ഞൊരു പുസ്തകമാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ തള്ളിത്തരുന്നത്, റെക്കമെൻഡഡ് എന്ന് പറഞ്ഞിട്ട്. അതെങ്ങനെയുണ്ട്? വായിച്ചിട്ടില്ല. ഞാൻ ഇതിനെപ്പറ്റി വായിച്ചിട്ടുണ്ട്. ആരോ ഒരു ഡയലോഗ്, ഇതിനെപ്പറ്റി ഏത് പുസ്തകത്തെ പറ്റി അറിയില്ല, ആജോ ജോസിന്റെ ഒരു പുസ്തകത്തിനെ പറ്റിയിട്ട് ആരോ ഒരു കമന്റ് ഇട്ടിരുന്നു. അതായത് മാസ്റ്റർ പീസ് എന്നൊരു സിനിമയുണ്ട്, ഒരു പൊട്ടപ്പടമാണ്, മമ്മൂട്ടിയുടെ ഒരു പടമുണ്ട്, മമ്മൂട്ടി ഉണ്ണി മുകുന്ദനൊക്കെ ഉള്ളൊരു പടം. അതിനകത്ത് ഒരു സീനുണ്ട്. പടം നിങ്ങൾ കാണാൻ സാധ്യതയില്ല, വളരെ ക്രിഞ്ച് മൂവിയാണ് എന്നെ സംബന്ധിച്ച്. ആ പടത്തിലൊരു സീനുണ്ട്, അതായത് 2 പോലീസുകാർ, മേലുദ്യോഗസ്ഥൻ ഉണ്ണി മുകുന്ദനും കീഴുദ്യോഗസ്ഥൻ ഷാജോണുമാണ്. ഇവർ തമ്മിലൊരു ക്രൈമിനെ പറ്റി സംസാരിക്കുന്നുണ്ട് സീൻ. അതായത് വേറെ ആരും ഇല്ല അവിടെ, ഇവന്മാരാണ് ആ ക്രൈം കണ്ടക്ട് ചെയ്തത്. പക്ഷെ ഇവർ സംസാരിക്കുന്ന അതിന്റെ അന്വേഷണത്തെ പറ്റിയാണ്. ഇതൊന്നും അറിയാത്ത പോലെയാണ് അവർ തമ്മിൽ സംസാരിക്കുന്നത്. ദേവർ പാർട്ട്നേഴ്സ് ഇൻ ക്രൈം. അപ്പൊ അതുപോലൊരു സാധനം ഇദ്ദേഹത്തിന്റെ ഏതൊരു നോവലിലുണ്ടെന്നും പറഞ്ഞിട്ട്, അതായത് നമ്മളോട് പറയുക, നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതായത് അതെ, ബേസിക്കലി വേറൊരു തേർഡ് പേഴ്സൺ ഒബ്സർവർ ഇല്ലാത്ത ഒരു സീനില് വൈ ഡു ദേ ഹാവ് ടു പ്രിറ്റൻഡ്? അത് അങ്ങനെ ഒരു കാര്യം ഇതിൽ പറഞ്ഞിട്ട് 2-3 റിവ്യൂ കണ്ടായിരുന്നു, 2-3 കമന്റ്സ് കണ്ടായിരുന്നു. അപ്പൊ ചിലത് പറയുന്നുണ്ട് അത് അവരുടെ വേറൊരു പേഴ്സണാലിറ്റിയാണ്, അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നതെന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ഋത്തിന്റെ ലോകമാണെന്ന് തോന്നുന്നു, അറിയില്ല. ഇതല്ലേ മമ്മൂട്ടിയുടെ ഡയലോഗ്, ഐ റെസ്പെക്ട് വിമൻ മാസ്റ്റർ പീസ്, യെസ്, അല്ലേ? അതല്ലേ. അയ്യോ എന്റെ റിയൽ ഫൈറ്റേഴ്സിന് ഇതിപ്പോ റിയൽ ഫൈറ്റേഴ്സ്. കുഴപ്പമില്ല, ആ പടം കണ്ടു നോക്കണേ സാൻഡി. അത് ചിരിക്കാനുള്ളൊരു അത്യാവശ്യം നല്ല അപ്പൂപ്പന്റെ വോയിസിൽ വരുമ്പോ കാണാം. അൺഇൻറ്റൻഷൻ. അപ്പൂപ്പൻ വോയിസിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഫാൻസ് എല്ലാരും കൂടി ചേർന്ന് അത് ഒതുക്കി കളയും, അതുകൊണ്ടായിരിക്കും വരാത്തത്. അൺഇൻറ്റൻഷനലി അതുകൊണ്ടാണ് ദേവന്റെ പടം മാത്രം വെക്കുന്ന അപ്പൂപ്പൻ ദേവ്ജിക്ക് പിന്നെ പ്രശ്നമില്ലല്ലോ. ദേവ്ജി റിയാസി ശങ്കർ ഷാങ്കി But honestly, Devan in his prime was ഇവരെക്കാളും ഒക്കെ കാണാൻ അതിസുന്ദരനായിരുന്നു, അഭിനയിക്കാൻ അറിയായിരുന്നു. ദേവന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അതിൽ ദേവൻ തന്നെ പറയുന്നുണ്ട് മമ്മൂട്ടിയെ പോലെയൊക്കെ ആവേണ്ടതായിരുന്നു, എന്നെ ഒതുക്കിയതാണെന്ന്. അല്ല, അതിന്റെ റീസൺ പറയുന്നുണ്ട്. ഭദ്രനില്ലേ, ഡയറക്ടർ ഭദ്രനില്ലേ, ഭദ്രൻ ഏതോ ഒരു പടത്തിന് ഓഡിഷൻ ചെയ്തിട്ട് പുള്ളിക്ക്, ഭദ്രനാണോ ഡെന്നിസ് ജോസഫ് ആണോന്ന് അറിയില്ല, ഒരു ഇന്റർവ്യൂവിന് പറയുന്നുണ്ട് അക്ഷരസ്ഫുടതയില്ല ദേവന്. സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പുള്ളിക്ക് സ്വയം ഡബ് ചെയ്യാൻ, വേറെ ആൾ ഡബ് ചെയ്യാൻ പുള്ളിക്ക് താല്പര്യമില്ലായിരുന്നു. കാരണം പുള്ളി അപ്പോൾ സ്റ്റാർ മെറ്റീരിയൽ ആയിരുന്നു, വേറെ ആൾ ഡബ് ചെയ്യുന്ന പുള്ളിക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഡബ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പുള്ളി സംസാരിക്കാൻ തുടങ്ങി, പുള്ളിക്ക് ഇത് കിട്ടില്ല, ചില വാക്കുകൾ കിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് പുള്ളിനെ പതുക്കെ ഇടിച്ച് ഇതിലേക്ക് മാറ്റിയത്. പക്ഷെ പുള്ളി സെലക്ട് ചെയ്തു, വില്ലൻ റോൾസ് പുള്ളി സെലക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതല്ല. അപ്പൊ ശങ്കറിനാണ് പറ്റിപ്പോയത്. ശങ്കർ പതുക്കെ ഒരു 2 ഫ്ലോപ്പ് കിട്ടി, അപ്പൊ ശങ്കർ എല്ലാ പടത്തിനും പോയി തല വെച്ച്. ശങ്കർ മോഹൻലാലിനേക്കാളും വലിയൊരു സ്റ്റാർ, മോഹൻലാലിനേക്കാളും വലിയ സ്റ്റാർ ആയിരുന്നു. അത് മോഹൻലാല് തമിഴിലും വില്ലനായ പടത്തില് നായകനായിരുന്നല്ലോ, മഞ്ഞിൽ വരുന്ന പൂക്കളില്. അതെ അതെ, അങ്ങനെയാണല്ലോ വന്നത്. എനിവേസ്, ബാക്ക് ടു ദിസ്. എന്താണ് ലാസ്റ്റ് അത് റിവേഴ്സ് ആയെന്ന് പറയായിരുന്നു. ശങ്കർ വില്ലനായിട്ടൊക്കെ വരാൻ തുടങ്ങി. കിഴക്കുണരും പക്ഷി. അതില് പക്ഷെ അയാളുടെ ക്യാരക്ടർ ഹീസ് ഡൺ എ ഗുഡ് ജോബ്, ക്രീപ്പി ക്യാരക്ടർ. എനിവേസ്, അടുത്തത് വിപിൻ ദാസിലേക്ക് വരാം. ഞാൻ വെളിപാടിന്റെ പുസ്തകമേ വായിച്ചിട്ടുള്ളൂ, അനാഹി വായിച്ചിട്ടില്ല. എനിക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു റൈറ്റർ ആണെന്നാണ് തോന്നിയത്. എനിക്കിപ്പോഴും ആ പ്ലോട്ട് എനിക്ക് കാര്യമായിട്ടൊന്നും എനിക്ക് ഓർമ്മ നിൽക്കുന്നില്ല. കുറച്ച് ഫോക്ക് ടെയിൽസും നാട്ടിലുള്ള സൂപ്പർസ്റ്റിഷൻസും തെയ്യവും ഒക്കെ കൂടെ കലർന്ന ഒരു കഥയായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒഡ, ഇത്, പിന്നെ ഒടിയൻ എല്ലാം കൂടെ അങ്ങ് ഇപ്പം ആലോചിക്കുമ്പോൾ എല്ലാം കൂടെ ഓവർലാപ്പായി മിക്സ് ആയി പോകുന്നുണ്ട്. സിമിലർ തിങ്സ്. ഈ എസ്പെഷ്യലി ആ ഒടിയനും ഇത് ഞാൻ ഏകദേശം ഒരേ സമയത്താണ് വായിച്ചത്. ഇത് രണ്ടും തമ്മിൽ എനിക്ക് എൻ്റെ പ്ലോട്ട്സ് തമ്മിൽ എനിക്ക് വേർതിരിക്കാൻ പറ്റുന്നില്ല. രണ്ടും തമ്മിൽ ഓവർലാപ്പ് ആയി പോകുന്നുണ്ട്, മഷി പടരുന്ന പോലെ. തെയ്യത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട്
ആയിരിക്കും. അപ്പോൾ ഈ മറ്റേ സി വി ബാലകൃഷ്ണന്റെ വരൂ ദൈവമേ വരൂ എന്ന് പറഞ്ഞൊരു സംഭവം വായിച്ചിട്ടാണ് ഞാൻ ഒട വായിക്കുന്നത്. ഉം. പിന്നെ അതുപോലെ മറ്റേ അഖിൽ കെയുടെ പുസ്തകത്തിലെ നീലച്ചടയൻ. ആദ്യത്തെ കഥ, നീലച്ചടയിലെ ആദ്യത്തെ കഥ തെയ്യം ആ ബേസ് ചെയ്തിട്ടായിരുന്നു. തെയ്യത്തിന്റെ ഇതെല്ലാം മിക്സായി. അതായത് അതെ മിക്സായി അതെ കറക്റ്റ് എല്ലാത്തിലും ഈ പറഞ്ഞ സംഭവങ്ങളുണ്ട്, ഈ തീമുണ്ട്. പ്രിമൈസ് സെയിം ആണ്. അത് കാരണം ഒരു ഇപ്പം വേർതിരിച്ചെടുക്കാൻ പറ്റുന്നില്ല അതിന്റെ പ്ലോട്ട്സ് തമ്മിൽ. എല്ലാം കൂടെ സ്പാഗറ്റി നോട്ട്സ് ആയിപ്പോയി. അനാഹി കംപ്ലീറ്റ്ലി ഡിഫറെന്റ് വേൾഡ് ബിൽഡിംഗ്. അനാഹി ഞാൻ വായിച്ചിട്ടില്ല. സോ അയ്യോ, ടെൽ അത് മീ വായിക്കുന്നു. അബൌട്ട് ദിസ്. അനാഹി കൊള്ളാമെന്ന് വെച്ചാൽ ലൈക്ക് LHS നോട്ട് ഈക്വൽ ടു RHS, പക്ഷെ എന്നാലും അത് പെട്ടെന്ന് അവസാനിപ്പിച്ച പോലെ തോന്നിയെങ്കിലും അതിന്റെ ചില അത് ശരിക്കും ഈ പറഞ്ഞ മറ്റേ എനിക്ക് തോന്നുന്നു വിപിൻ ദാസിന്റെ ഒരു പുസ്തകം എനിക്ക് പോപ്പുലർ ഫിക്ഷനിൽ പെടുത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കുറച്ച് ലിറ്റററി സ്റ്റൈലാണ് ലിറ്റററി ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ്. അപ്പോൾ അതിൽ ഈ അനാഹി ശരിക്കും പറഞ്ഞാൽ ഒരു 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 റിലീജിയസ് ഫിഗറിനെ പറ്റിയാണ്, അതായത് ഒരു മിത്തോളജിക്കൽ ബീയിങ്ങിനെ പറ്റിയാണ്, ലിലിത്തിനെ പറ്റിയാണ്. ലിലിത്തിനെ പറ്റി അധികം പുസ്തകങ്ങളില്ല. അപ്പോൾ ഇത് ലിലിത്തിന്റെ കഥയാണ് ശരിക്കും. അത് നമുക്ക് ഇതുപോലെ ബാക്ക്ഗ്രൗണ്ടിൽ ലിലിത്തിന്റെ കഥ വരുന്നതും അതിനകത്ത് ചില ജംപ് സ്കെയർസ് ഉണ്ട്. ജംപ് സ്കെയർസ് എന്ന് പറയുമ്പോൾ ചില ഡ്രീം വിത്തിൻ ഡ്രീം അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. ചില ഡിസ്ക്രിപ്ഷൻസ് ഉണ്ട്. അതായത് ആകാശവും ഭൂമിയും കീഴ്മേൽ മറിയുന്ന ഒരു കാര്യം ഇതിൽ പറയുന്നുണ്ട്. അത് ഒരു ഡ്രീം സീക്വൻസ് ആണെന്ന് തോന്നുന്നു. നല്ല രസം അത് വായിക്കാൻ. ഒരു 2 പാരഗ്രാഫ് ഉള്ളൂ, പക്ഷെ ഭയങ്കര കിടലമാണ്. 4ാമത്തെ 5ാമത്തെ ചാപ്റ്ററിലാണെന്ന് തോന്നുന്നു. ഞാനത് ഫോട്ടോ എടുത്ത് വെച്ചിരുന്നു എവിടെയോ. അതൊരു കൊള്ളാവുന്നൊരു സംഗതിയാണ് കേട്ടോ അനാഹി. അതിനകത്ത് വെളുത്ത പാമ്പുണ്ട്, വെളുത്ത പാമ്പോ അങ്ങനെ ഒരു അതൊരു എനിക്കിത് ഭയങ്കര ഒരു ഇമേജ് എനിക്കിത് മനസ്സിൽ കൊണ്ടുവന്നിരുന്നു. ഒരു വെള്ള പാമ്പോ, അങ്ങനെ ഒരു ട്രാൻസ്ലൂസന്റ് സ്കിൻ ഉള്ളൊരു പാമ്പോ. സിംബോളിക് ആണ്. ലിലിത്ത് ആണോ? അതെനിക്ക് വായിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ഇതൊക്കെ ഒരു നെറ്റ്ഫ്ലിക്സ് സീരീസിനുള്ള മെറ്റീരിയൽ ഉണ്ടായിരുന്നു. അഗൈൻ എൻഡ് കുറച്ച് അബ്രപ്റ്റ് ആണ്, പക്ഷെ doesn't take away anything from the reading experience. അപ്പൊ വിപിൻ ദാസ് അനാഹി ഇറ്റ്സ് എ ഗുഡ് റീഡ്. അപ്പൊ ഇത് കാന്തമന ചരിത്രമൊക്കെ വരുന്നതിന് മുമ്പ് വന്ന ആ ഒരു എന്താ പറയാ ഫാന്റസി ജോണറിലുള്ള ഒരു ബുക്കുകളിൽ ഒന്നാണത്. റെഗുലർ ഫാന്റസിയിൽ നിന്ന് മാറി മലയാളത്തിൽ അങ്ങനത്തെ ഞാൻ അതിനു മുമ്പ് വായിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ഫോക്ലോറിനെ ബേസ് ചെയ്ത കഥകൾ നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഇതൊരു ലിലിത്ത് എന്നുള്ളത് നമ്മുടെ ഇതിൽ വരുന്നൊരു ഇതല്ല. ഇവൻ ഞാൻ ലിലിത്തിനെ കുറിച്ച് കേട്ടു തുടങ്ങി എനിക്ക് തോന്നുന്നു ഏതോ ഒരു ഇംഗ്ലീഷ് പുസ്തകത്തിൽ ഞാൻ ജഹന്നയിലാണെന്ന് കേട്ടത്. ആദമിന്റെ ആദ്യത്തെ ഭാര്യയാണ് ശരിക്കും ലിലിത്ത്. ആദമിനെ ഉണ്ടാക്കിയത് പൊടിയെന്നാണ്. അപ്പൊ ആ പൊടിയിൽ നിന്ന് തന്നെയാണ് ലിലിത്തിനെ ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ അതിനുശേഷമാണ് വാരിയിൽ നിന്ന് ഉണ്ടാക്കുന്നത് ഔവേനാണ്. ആദാമിന്റെ പേര് ശരിക്കും ഔവയായിട്ടാണ് എല്ലാ സ്ഥലത്തും പറയുന്നത്. പക്ഷെ അതിനു മുമ്പ് ലിലിത്താണ് ജൂയിഷ് മിത്തോളജിയില് ലിലിത്താണ് ആദ്യത്തെ ഭാര്യ. പക്ഷെ ലിലിത്തിന് അനുസരണ ഇല്ലാത്തതുകൊണ്ട് ദൈവം പിന്നെ ഹവ്വ എന്ന് പറയുന്ന സ്ത്രീയെ പുള്ളിക്കാരി അടിമപ്പെട്ട് ജീവിക്കാൻ താല്പര്യപ്പെട്ടില്ല. അതായത് നീ അടിമപ്പെട്ട് ജീവിക്കണം എന്നാണല്ലോ ദൈവം പറഞ്ഞു വിടുന്നത്. പക്ഷെ അടിമപ്പെട്ട് ജീവിക്കാൻ ഒരു പണിയൊക്കാൻ പറഞ്ഞു. പുള്ളിക്കാരിനെ പാമ്പാക്കുവാണോ എനിക്കറിയില്ല. പുള്ളിക്കാരിനെ എന്തോ എനിക്ക് തോന്നുന്നു, എനിക്ക് അറിയില്ല, അങ്ങനെ എന്തോ ആണ് കഥ. പക്ഷെ ആക്ച്വലി ഷീ ബിക്കംസ് ദ മദർ ഓഫ് ഡീമൺസ്, അങ്ങനെ ഒരു സ്റ്റോറി, മദർ ഓഫ് വാമ്പയർസ് അങ്ങനെ എന്തോ ആണ്. ലൂസിഫർ എന്ന സീരീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നെറ്റ്ഫ്ലിക്സില്? കണ്ടിട്ടില്ല എനിക്ക്. ലൂസിഫർ മോർണിംഗ് സ്റ്റാർ. അത് ആക്ച്വലി നല്ലൊരു സീരീസ് ആണ്. വാച്ച് ഫൺ സീരീസ്. 1-2 ഞാൻ ഒരു 3 സീസൺ വരെ കണ്ടു. അതിൽ ഈ ലിലിത്ത് വരുന്നുണ്ട്. ആക്ച്വലി അയാളുടെ അമ്മയായിട്ട് എന്തോ ആണ് വരുന്നത്. അവിടെയാണ് ഞാൻ ലിലിത്ത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഇതുണ്ടെന്നും പിന്നെ വായിച്ചപ്പോഴാണ് ഈ ഈക്വൽ ആയിട്ട് സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് ഈ പറഞ്ഞമാര് ആഡം ചേട്ടായി കളിക്കാൻ നോക്കിയപ്പോ ലിലിത്ത് പറഞ്ഞു നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ലിലിത്തിനെ അവിടെ നിന്ന് പുറത്താക്കി. എന്നിട്ടാണ് വാരിയിൽ നിന്ന് ഈവനെ ഉണ്ടാക്കി കൊടുത്തത്. തുള്ളിച്ചുമാരെ അന്നും ഒതുക്കുമായിരുന്നു. ഒതുക്കിയിട്ടുണ്ട്. ആക്ച്വലി ഈ ലൂസിഫർ ശരിക്കും DC കോമിക്സ് അക്വയർ ചെയ്ത ഡാർക്ക് ഹോഴ്സ് കോമിക്സ് ആണെന്ന് തോന്നുന്നു. അതിന്റെ ഒരു ക്യാരക്ടറാണ് ഇതില്. മോർണിംഗ് സ്റ്റാർ കോൺസ്റ്റന്റീന്റെ ഒരു ക്രോസ് ഓവർ ഒക്കെ വരുന്നുണ്ട്. കോൺസ്റ്റന്റീന്റെ കണ്ടിട്ടുണ്ടോ? സീരീസ് ഉണ്ട്. അതാണ് ആക്ച്വൽ നമ്മുടെ കീനു റീവ്സിന്റെ കോൺസ്റ്റന്റീൻ അല്ല, ശരിക്കുള്ള അപ്പിയറൻസ് ആ കോൺസ്റ്റന്റീന്റെ സീരീസ് കണ്ടറിയാം. അത് ഇതിലുണ്ട്, പ്രൈമിലുണ്ട്. അപ്പോൾ അവരൊക്കെ ഒരു ക്രോസ് ഓവേഴ്സ് ഒക്കെ വരുന്നുണ്ട്. കാരണം രണ്ടുപേരും ഒരേ സാധനത്തിനാണ് ഡീൽ ചെയ്യുന്നത്.
ഇങ്ങനെ ഡീമൺസിന്റെ കൂടെ നടക്കുന്നു വരകുന്ന ആള്, മറ്റവൻ ഡീമൺസിനെ എക്സോർസൈസ് ചെയ്യാൻ നടക്കുന്ന ആൾ. അപ്പൊ രണ്ടുപേരും കൂടി ഒരു എപ്പിസോഡിൽ ഒന്നിച്ച് വരുന്നുണ്ട്. അതുപോലെ ഈ അനാഹിയുടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ക്യാരക്ടേഴ്സിന്റെ പേരൊക്കെ പർവ്വതങ്ങളുടെ പേരാണ്. ആ, ആര്യവല്ലി, സഹ്യൻ. സഹ്യൻ, അങ്ങനെയുള്ള പേരുകളാണ്. കുറച്ച് ക്യാരക്ടേഴ്സേ ഉള്ളൂ, പക്ഷെ അങ്ങനെയാണ് പേര് കൊടുത്തേക്കണേ. അതിൽ ചില ഞാൻ കറുത്തച്ഛൻ വായിച്ചിട്ടില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ചില സീൻസൊക്കെ ഇച്ചിരി പേടിയുണ്ടാക്കിയ സീനുകളാണ്. ഉച്ചനേരത്തിരുന്ന് വായിക്കുമ്പോഴും ഇച്ചിരി ഭയപ്പെടുത്തിയ സീനുകളിലുണ്ട്. ലൈക്ക് ഒരു റാപ്പിഡ് ഡീകമ്പോസിഷൻ ഉണ്ട് അതിനകത്ത്, ഒരു കോപ്സിന്റെ. അതൊക്കെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇച്ചിരി പേടിപ്പിച്ചു. കൊള്ളാം. അപ്പോ ഇത് ഭയങ്കര വിയേർഡല്ലേ, പേടിപ്പിക്കുന്നുള്ള പുസ്തകം വായിക്കും എന്നിട്ട് രാത്രി ലൈറ്റ് അതെ അതെ പേടിപ്പിക്കുമോ എന്നറിയാൻ വായിക്കുന്നതാണ്. അല്ല, പേടിച്ച് പുസ്തകം വായിച്ചിട്ട് എങ്ങനെ പേടിക്കാനാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെല്ലുന്നത്. നമ്മൾ ഈ ടി വി കാണുന്ന സാധനങ്ങൾ നമുക്ക് എന്തായാലും പേടിക്കാം, കാരണം അവരൊരു വിഷ്വൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു പക്ഷെ സൗണ്ട് ഒക്കെ. പുസ്തകം കൊണ്ട് പേടിപ്പിക്കുക എന്ന് പറയണ ചില്ലറ കഴിവൊന്നുമില്ല. അങ്ങനെ പുസ്തകം കൊണ്ട് പേടിപ്പിക്കുക പേടിക്കണമെങ്കിൽ ബേസിക്കലി ഇറ്റ് പുട്സ് ദോസ് ഇമേജസ് ഇൻടു യുവർ ഹെഡ്. അതാണ് ഇന്നസെന്റ് ഇമോജിയാണ്. ഞാൻ പുസ്തകം വായിച്ച് പേടിക്കില്ല എന്ന് പറഞ്ഞിട്ട് മറ്റേ ഇതിൽ നിൽക്കില്ലേ, മിഥുനത്തില് നിപ്പില്ലേ പുള്ളിയുടെ, അതേപോലെ നിൽക്കുന്ന കുറെ ആൾക്കാരും എനിക്കറിയാം. ഞാൻ പേടിക്കില്ല. അല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അടുത്ത ഇടയ്ക്ക് വായിച്ചതിൽ ശരിക്കും പുസ്തകം വായിച്ച് പേടിച്ചത് ഒന്ന് കം ക്രോസർ സാറാ ഗ്രാൻ, അത് ശരിക്കും പേടിപ്പിച്ചു. പിന്നെ നമ്മുടെ ഇവിടെ വീടിന്റെ കഥ, വി യൂസ് ടു ലിവ് ഹിയർ. ഞാൻ വായിക്കാൻ പോകുന്നത് കുറെ പേര് റെക്കമെൻഡ് ചെയ്യുന്നു ഇപ്പൊ അത്. അതെന്നെ പേടിപ്പിച്ചില്ല കേട്ടോ. അങ്ങനെ ഏത് പേടിപ്പിച്ചില്ല? അതൊരു സൂപ്പർ നാച്ചുറൽ പേടിയല്ലായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വാസ് എന്റെ വീട് എന്റെ സേഫ് സ്പേസ് ആണ്, അതിലേക്ക് Correct. ഒരു അതിക്രമം എന്ന രീതിയിലാണ്, അല്ലാണ്ട് ഒരു സൂപ്പർ എക്സാക്ട്ലി നാച്ചുറൽ എക്സാക്ട്ലി അതാണ്. സ്വന്തം വീടിനെ ഒരു ഒരു സംശയ ദൃഷ്ടിയോടെ നോക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. വാങ്ങിക്കണ്ട, ഓഡിബിളി കേൾക്കാം. അത് മതി, അതിന്റെ ആവശ്യമാണ്. ഓക്കെ. To be continued in the next episode.